കോവിഡ് കാലം വരെ സീറോ മലബാർ സഭയിൽ വിവിധ രീതിയിലായിരുന്നു ആരാധനാ രീതികൾ പോയിരുന്നത്. അത് പരിഹരിച്ച് വിശുദ്ധ കുർബാന ഏകീകരണത്തിലേക്ക് വരാനാണ് മാർപ്പാപ്പ 2021 ജൂലൈ 3 രേഖ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി പുറപ്പെടുവിച്ചത്. അതനുസരിച്ച് എറണാകുളം അതിരൂപതയും ജനാഭിമുഖ കുർബാനയിലേക്ക് വരിക. ഇല്ല എങ്കിൽ കഴിഞ്ഞ ദിവസം കലൂർ സമ്മേളനത്തിൽ എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനാവാദികൾ എടുത്ത തീരുമാനം നടപ്പിൽ വരുത്തണം. ഞങ്ങൾക്ക് ഒരു പാരമ്പര്യവുമില്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ബൈബിളിൽ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് പകർന്നു തന്ന വിശ്വാസത്തിൽ ജീവിക്കുന്നു. ഈ രീതി ഇഷ്ടമല്ല എങ്കിൽ വിമതർക്ക് പുറത്തു പോകാം. ഈ വീട്ടിലെ അടുക്കളയിൽ ഇത്തരം കറികൾ മാത്രമേ ഇനി വെക്കുകയുള്ളൂ. ഇത് കൂട്ടി ചോറുണ്ണാൻ തയ്യാറുള്ളവർ മാത്രം ഇവിടെ നിൽക്കുക. അല്ലാത്തവർക്ക് പുറത്തു പോയി വേറെ വീട് അന്വേഷിക്കാം. മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ ഏകീകരണ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടും പ്രത്യേകമായി എറണാകുളം അതിരൂപതയ്ക്ക് നൽകിയ വീഡിയോയിലെ സന്ദേശത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. മാർ അദ്ദായി ഈശോയുടെ 70 ശിഷ്യന്മാരിൽ ഒരാൾ. വിശുദ്ധ ഗ്രന്ഥത്തിനും വിശുദ്ധ പാരമ്പര്യങ്ങൾക്കും സഭ തുല്യ പ്രാധാന്യമാണ് നൽകുന്നത്. മാർപ്പാപ്പ ചൊല്ലുന്ന ലത്തീൻ കുർബാന ഒരു ശിഷ്യനും എഴുതിയതല്ല. 98% കത്തോലിക്കരും അർപ്പിക്കുന്ന ലത്തീൻ കുർബാന മാത്രമാണ് ശരിയെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? സെഹിയോൻ ശാലയിൽ യഹൂദ പെസഹ ഭക്ഷണ മധ്യേയാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. യഹൂദർ പെസഹ ഭക്ഷിക്കുന്നത് ജെറുസലേം ദേവാലയത്തിന്റെ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് വട്ടം കൂടിയിരുന്നുള്ള പുട്ടടി അല്ല വിശുദ്ധ കുർബാന. സ്വർഗീയ ഓസ്ലീമിന്റെ പ്രതീകമായ മദ്ബഹയിലേക്ക് തിരിഞ്ഞു നിന്ന് ദൈവാരാധന നടത്തുക എന്നതാണ് സഭയിലെ അതിപുരാതന പാരമ്പര്യം. അതായത് കിഴക്കോട്ട് തിരിഞ്ഞ് കിഴക്ക് നിന്നുള്ള കർത്താവിന്റെ പ്രത്യാഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്ന സഭയുടെ തീർത്ഥാടന സ്വഭാവത്തെ ഈ നിലപാട് സൂചിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ഉദയമായ കർത്താവിന്റെ പ്രത്യാഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മെത്രാന്റെയോ പുരോഹിതന്റെയോ നേതൃത്വത്തിൽ സ്വർഗീയ ഓർസലേമിനെ ലക്ഷ്യമാക്കി തീർത്ഥാടകരുമായി ഒരുമിച്ച് നീങ്ങുന്ന ആരാധനാ സമൂഹത്തിന്റെ നിലപാട് സുപ്രധാനമായ ഒരു ആരാധനാ പ്രതീകമാണെന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നു.